വലിയ പുതുമകളൊന്നും അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന വൈഗയുടെ 3 രാത്രികൾ എന്ന ഈ നോവൽ പറഞ്ഞു വെക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ കഥയാണ്, ഈ തലമുറയുടെ കഥയാണ്, അവരുടെ പ്രണയമാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രണയത്തിലാവുന്ന വൈഗയും കാസിയും അവർ ഇതുവരേക്കും കണ്ടുമുട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോഴാണ് അണ്ടല്ലൂർക്കാവിലെ ഉത്സവം ഒരു സാധ്യതയായി അവർക്ക് മുന്നിലേക്ക് വരുന്നത്. 7 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ അവസാന 3 രാത്രിയിലേക്ക് കാസി നെടുങ്കണ്ടത്ത് നിന്നും വൈഗയെ കാണാൻ തലശ്ശേരിയിലെത്തുകയാണ്. ആ 3 രാത്രിയിലേക്കാണ് എഴുത്തുകാരൻ നമ്മെ ക്ഷണിക്കുന്നത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആരെയോ ഭയന്ന് ഉള്ളിലൊതുക്കി, സങ്കടങ്ങളും ദുഃഖങ്ങളും ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച വൈഗ. അങ്ങനെയുള്ള അവൾക്ക് കാസിയുമായുള്ള പ്രണയം ഒരു സാഹസികത തന്നെയായിരുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ച് രാത്രി എന്നത് എന്നും ഒരു ഫാന്റസി തന്നെയാണ്. വൈഗയ്ക്കും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കാസിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വൈഗ രാത്രിയെ കൂട്ടുപിടിക്കുന്നത്. അത് എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ കവർ പേജും നമ്മളോട് സംസാരിക്കുന്നത്. വൈഗയ്ക്ക് ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട്, ചെയ്യാനുണ്ട്. തീർച്ചയായും ഈ പുസ്തകത്തിന് ഒരു 2ാം ഭാഗവുമുണ്ട്. ഒരുപാട് കഴിഞ്ഞോർക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനാവുന്ന സങ്കടങ്ങൾ മാത്രം ഓരോ മനുഷ്യനിലും അവശേഷിക്കട്ടെ.